എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഗോകുവിന് പറഞ്ഞു കൊടുക്കും. എന്റെ ബോഡിയിലെ ആ നെഗറ്റീവ് എനർജി അതായിരുന്നു തകർത്തില്ലാതാക്കിയ ആ മോൺസ്റ്റർ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്റെ ബോഡിയിൽ നിന്ന് അതിനെ ഇല്ലാതാക്കിയത്. എന്റെ രൂപമാണ് അതിനുള്ളത്, പക്ഷേ അത് ഞാനല്ല. ഗോകു, നിന്നിൽ ഞാൻ സംതൃപ്തനായിരിക്കുകയാണ്. 3 വർഷം ഞാൻ നിനക്ക് ട്രെയിനിങ് തരാൻ പോവുകയാണ്. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. പക്ഷേ മരിച്ചുപോയ നിന്റെ മാസ്റ്റർ റോഷിയെയും അതുപോലെ തന്നെ നിന്റെ 2 ഫ്രണ്ട്സിനെയും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ എനിക്ക് ആ ഡ്രാഗണെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിനക്ക് അവരെ തിരികെ പിടിക്കാൻ പറ്റും. ഞാൻ എത്രയും വേഗം അത് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുമ്പോൾ ഗോകുവിനാണെങ്കിൽ ഒരുപാട് ആശ്വാസം തോന്നുകയാണ്. കട്ട് ചെയ്താ ഇപ്പോ ഇവിടെ കടലിലൂടെ ഒരു കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് ഒരാളാണെങ്കിൽ പുറത്തേക്ക് വന്ന് ദൂരത്തേക്ക് നോക്കും. അപ്പോ സൂര്യന് തൊട്ടു മുൻപിലായിട്ട് ഒരു പ്രത്യേകതര രൂപം അവര് കാണും. അവന്റെ തൊട്ടു പിന്നാലെ വന്ന ആളും ആ രൂപം കണ്ട് ഞെട്ടി അവന്റെ കയ്യിലുണ്ടായിരുന്ന കപ്പും ബ്രഷും അത് താഴേക്ക് പോവാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ രൂപം കാണിക്കും. അത് മറ്റാരുമല്ല, ആ ഒരു ജൂനിയർ മോൺസ്റ്റർ ആണ്. അതാണെങ്കിൽ ടെററായി കടലിലേക്ക് നോക്കി അതിന്റെ പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം ഒരു ഫിഷ് അങ്ങനെ മുകളിലേക്ക് വരികയാണ്. അത് ആ ഫിഷിനെ പിടിച്ച് അതിനെ കഴിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും അതിന്റെ പുറകിലൂടെ ഒരു കപ്പൽ അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കാണുക. അവൻ അങ്ങനെ ടേൺ ചെയ്ത് അതിനെ ടെററായി നോക്കി അവന്റെ പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം ആ കപ്പൽ തകർന്ന് കടലിനടിയിലേക്ക് പോകും. ബാക്ക്മാൻ ആണെങ്കിൽ ഈ അകത്തേക്ക് പോയി ആ തകർന്ന ഡ്രാഗണെ എടുത്തുകൊണ്ട് വരികയാണ്. ഗോകു ആണെങ്കിൽ കൗതുകത്തോടു കൂടെ അതിലേക്ക് നോക്കി നിൽക്കും. അടുത്ത നിമിഷം ബ്ലാക്ക്മാൻ ആ തകർന്ന ഡ്രാഗനെ ഇപ്പൊ പതിയെ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് ബാക്ക് ടു നോർമൽ ആക്കാൻ ശ്രമിക്കും. ഗോകു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ശരിക്കും ഇതിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റുമോ? അതിന് ബ്ലാക്ക്മാൻ പറയും, എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷെ എന്റെ മാസ്റ്ററിനെ കൊണ്ട് ഉറപ്പായിട്ടും അതിന് പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അത് റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ അവന്റെ മാസ്റ്റർ ആണെങ്കിൽ അതെല്ലാം കണ്ട് ഗോകുവിനോട് പറയും, സത്യത്തിൽ ഞാൻ ഈ ഡ്രാഗണെയും ഡ്രാഗൺ ബോളിനെയും ക്രിയേറ്റ് ചെയ്തത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ വളരെ അധികം തെറ്റായ ആൾക്കാരുടെ കയ്യിലാണ് ഇതെല്ലാം ചെന്ന് പെട്ടത്. ഈ ഡ്രാഗൺ ബോളിന് വേണ്ടി അവർ പരസ്പരം ഫൈറ്റ് ചെയ്തു, ആറുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വളരെ മോശം ഘട്ടത്തിലേക്ക് പോകുന്ന ആ സമയമാണ് നിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നീ ഈ ഡ്രാഗൺ ബോൾ വളരെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും ഡ്രാഗൺ ജീവൻ കൊടുക്കാമെന്ന് ഞാൻ കരുതിയത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഉണ്ടപ്പനെ കാണിക്കും. അവനാണെങ്കിൽ ആ ബാൽക്കണിയിൽ ഇരുന്ന് ഇപ്പൊ ഗോകുവിന്റെ പേര് വിളിക്കും. അടുത്ത നിമിഷം ക്യാറ്റ് ആണെങ്കിൽ അവനെ നൈസായിട്ട് താഴേക്ക് തള്ളുകയാണ്. അപ്പനാണെങ്കിൽ ഷോക്കായി ഞെട്ടിത്തരിച്ച് എങ്ങനെയൊക്കെയോ അവൻ മുകളിലേക്ക് കയറി വരും. നിങ്ങൾ എന്തായി ചെയ്തേ? അല്പവും തെറ്റിയിരുന്നെങ്കിൽ ഞാൻ താഴേക്ക് വീണേനെ. ഉടനെ ക്യാറ്റ് ആണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. പിന്നീട് അവനെ അടിമുടി ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴായിരിക്കും അവന്റെ വയറ് വീർത്തിരിക്കുന്നത് ക്യാറ്റ് ശ്രദ്ധിക്കുക. നിന്റെ വയറ്റിലെന്താ? നീ എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചോ? അതിനവൻ പറയും, ഇല്ല, വയറ് അതങ്ങനെ തന്നെയാണെന്ന് പറയും. പക്ഷെ സംശയം തോന്നിയ ക്യാറ്റ് ആണെങ്കിൽ നൈസായിട്ട് അവന്റെ വയറ് പിടിച്ച് വലിച്ച് അതെന്താണെന്ന് ചെക്ക് ചെയ്യും. അടുത്ത നിമിഷം ഒരുപാട് ഷിഞ്ചു പയറുകൾ അതങ്ങനെ താഴേക്ക് വീഴുകയാണ്. ക്യാറ്റിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ലാസ്റ്റ് ടൈം ഉണ്ടായ കാര്യം നീ ഇത്ര വേഗം മറന്നോ? ഇത് ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ല. അവനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ പറയും, ഇതെനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും കൊടുക്കാനാണ്, ഇത് മുഴുവൻ ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഗൗരവത്തിൽ നിൽക്കും. ക്യാറ്റ് ആണെങ്കിൽ ഞൊടിയിടയിൽ ആ പയർ മുഴുവൻ തിന്ന് തീർക്കാണ്. ഉണ്ടപ്പനാണെങ്കിൽ കൺട്രോൾ പോയി അവൻ പല്ല് കടിച്ചു നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ആ ബ്ലാക്ക്മാൻ അവനാണെങ്കിൽ ഏകദേശം അതിന്റെ പേർപണി എല്ലാം തീർത്തിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അതിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കും. ആ ബ്ലാക്ക്മാൻ ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി ഇപ്പൊ അതിനെ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് വെക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവരോട് 2 പേരോടും ദൂരേക്ക് മാറി നിൽക്കാൻ പറയും. അത് കേട്ട് അവർ 2 പേരും മാറി നിൽക്കുന്ന സമയം ആളുടെ പവർ ഇപ്പൊ അതിന്റെ നേരെ ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം അത് ഡ്രാഗണായി മാറി കൈയിലേക്ക് പറന്നുയരും. ബ്ലാക്ക്മാനും ഗോകുവും അവർ 2 പേരും ഷോക്കായി മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. ആ ഡ്രാഗൺ ആണെങ്കിൽ ഞൊടിയിടയിൽ അവിടുന്ന് കടന്നു പോകും. ഗോകു ആണെങ്കിൽ ടെൻഷനായി ഇപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, അതെങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്? ഇതിന് ആള് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അത് ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിക്കുകയാണ്. തീർച്ചയായാലും നിനക്ക് വേണ്ടി ഒരു എക്സെപ്ഷൻ ഞാൻ ചെയ്യും. നിനക്ക് എത്രയും വേഗം നിന്നെ വിട്ടുപോയവരെ തിരികെ പിടിക്കാനായിട്ട് കഴിയും. അതിനുശേഷം നീ ഇവിടെ ട്രെയിൻ ചെയ്യണം. പിന്നീട് അടുത്ത ടൂർണമെന്റിന് മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയൂ. അത് കേട്ട് ഗോകുവും ഹാപ്പി. 3 വർഷം നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആ സമയത്തിനുള്ളിൽ നീ പവർഫുൾ ആവണം. കാരണം 3 വർഷത്തിന് ശേഷം ആ ടൂർണമെന്റിൽ ആയിട്ട് മത്സരിക്കാൻ വരിക ആ ഒരു മോൺസ്റ്റർ ആണ്. അത് കേട്ട് ഗോകു അവൻ ഞെട്ടും. നിങ്ങൾ എന്തായി പറയണേ? ആ മോൺസ്റ്റർ അത് വീണ്ടും തിരികെ വരുമെന്നോ? ഞാൻ അതിനെ കൊന്നു കളഞ്ഞുവെന്നാണ് കരുതിയിരുന്നത്. ചീഫ് പറയും, ആ മോൺസ്റ്റർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ ബ്രെയിനും ബ്ലഡ് ലൈനും ഒക്കെ ഉപയോഗിച്ച് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ നിന്നെ തേടി വരും. നിനക്ക് മാത്രമേ അവനെ ഇല്ലാതാക്കാൻ പറ്റൂ. സോ നീ എനിക്ക് പ്രോമിസ് തരണം. ട്രെയിനിങ് ചെയ്ത് നീ അവനെ ഇല്ലാതാക്കും. ഗോകു ആണെങ്കിൽ പ്രോമിസ് കൊടുക്കും, നമുക്കിപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് മുൻപായിട്ട് ഒന്നിനു പോകണം. ബാത്റൂം അതെവിടെയാണ്? അത് കേട്ട് അവര് അങ്ങനെ താഴേക്ക് വീഴും. അതിനുശേഷം ബാത്റൂം കാണിച്ചു കൊടുക്കും. ഗോകു ആണെങ്കിൽ ബാത്റൂമിലേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. ആ ചീഫ് ആണെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും, അവസാനം ഞാനൊരു വഴി കണ്ടെത്തി, അതാണ് ഈ ഗോകുവിലൂടെ അതെനിക്ക് സാധിക്കണം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കാമ ഹൗസ് കാണിക്കും.
നമ്മുടെ ഹാൻസം ബോയ് ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് ചെയറിലിരിക്കുകയാണ്. ഉടനെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആളുടെ ട്രെയിനിങ് ഒക്കെ അവസാനിപ്പിച്ച് ഹാൻസം ബോയുടെ അടുത്തേക്ക് വരും. ഹാൻസം ബോയ് അവനെ നോക്കും. ഇപ്പോൾ തന്നെ ഇത്രയും ട്രെയിനിങ് ഒക്കെ എടുത്ത് തളർന്നിരിക്കുകയാണോ? ഇനി ആ ടൂർണമെന്റിന് 3 വർഷം നമ്മുടെ മുൻപിലുണ്ട്. അതിനാ മാർഷൽ ആർട്സ് മാൻ പറയും, അതെന്നെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലയളവാണ്. അതിനുള്ളിൽ എനിക്ക് ഒരുപാട് ട്രെയിനിങ് എടുത്ത് കൂടുതൽ പവർഫുൾ ആവണമെന്ന് പറയും. അത് കേട്ട് ഹാൻസം ബോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ ബോൾ അത് താഴേക്ക് പോവാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കും, അത് ഡ്രാഗൺ ബോൾ അല്ലേ? അതിന് ഹാൻസം ബോയ് പറയും, അതെ അത് ഡ്രാഗൺ ബോൾ ആണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലോഞ്ച്. അവളാണെങ്കിൽ അവളുടെ ഓരോരോ പരിപാടികളിൽ ബിസിയാണ്. ഇവിടെ നമ്മുടെ പന്നിക്കുട്ടൻ അവനാണെങ്കിൽ കഥകളൊക്കെ വായിച്ച് അങ്ങനെ പൊട്ടിച്ചിരിക്കും. നമ്മുടെ ബുൽമ അവൾ ഇന്നർവെയർ എടുക്കുമ്പോഴായിരിക്കും കുട്ടപ്പനെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു പില്ല് അത് അവളുടെ ശ്രദ്ധയിൽപ്പെടുക. എത്രയും വേഗം എനിക്ക് നിങ്ങളെ തിരികെ കാണണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അതവൾ കാണുക. ബുൽമ അങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്നത് കണ്ട് എല്ലാവരും അവളെ ശ്രദ്ധിക്കും. അവൾ ദൂരേക്ക് ചൂണ്ടിക്കാണിക്കും. ആ ഡ്രാഗൺ ബോൾസ് അത് ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. വീണ്ടും തിളങ്ങാനായിട്ട് തുടങ്ങി. ഇവിടെ ഹാൻസം ബോയുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോളും ഇപ്പൊ ബ്ലിങ്ക് ചെയ്യും. ബുൽമയാണെങ്കിൽ ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് 7 ഡ്രാഗൺ ബോൾസും ചേർത്ത് വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഡ്രാഗൺ തിരികെ എത്തണം. അതിനുശേഷം നമുക്ക് അവരെ 3 പേരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരെ 3 പേരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ബോക്സ് അതവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഉമ്മയാണെങ്കിൽ ആ ഒരു ഡ്രാഗനെ സമൻ ചെയ്യുകയാണ്. അടുത്ത നിമിഷം അവിടെ മുഴുവൻ കൂടി വലിയ ലൈറ്റ്നിങ്ങും തണ്ടറോടും കൂടെ ഇപ്പൊ ആ ഒരു ഡ്രാഗൺ അത് താഴേക്ക് വരികയാണ്. അതിനെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബുൽമയും ഹാൻസം ബോയും അതിനോട് ചോദിക്കും, നീ എങ്ങനെ വീണ്ടും നോർമലായി? ലാസ്റ്റ് ടൈം ആ മോൺസ്റ്റർ പിക്കലോ അത് നിന്നെ തകർത്ത് കളഞ്ഞതല്ലേ? ഗോകു അവൻ എവിടെ? അതിന് ആ മോൺസ്റ്റർ പറയും, എൻ്റെ ദൈവം വീണ്ടും എന്നെ ഉരുവാക്കി. ഗോകു അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുകയാണ്. 3 വർഷത്തിന് ശേഷം ആ ടൂർണമെന്റിൽ വച്ച് മാത്രമേ നിങ്ങൾക്ക് അവനെ കാണാനായിട്ട് കഴിയൂ. അത് കേട്ട് അവരാണെങ്കിൽ ഷോക്കാവും. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ വിഷ് അതെന്താണെന്ന് മാത്രം പറയുക. അത് കേട്ട് ഇപ്പോൾ ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ 3 സുഹൃത്തുക്കൾ അവരുടെ ജീവൻ തിരികെ പിടിക്കണം. മാസ്റ്റർ റോഷി, മൊട്ടപ്പൻ, കുഞ്ഞിപ്പയ്യൻ അവരെ 3 പേരെയും വീണ്ടും ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവരണം. അത് കേൾക്കേണ്ട താമസം ഹാൻസം ബോയ് ആണെങ്കിൽ വിളിച്ചു പറയും, അവർ 3 പേരും മാത്രമല്ല ആ മോൺസ്റ്റർ കൊന്ന നിരപരാധികളായിട്ടുള്ള ബാക്കിയുള്ളവരെയും തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയില്ലേ? അത് കേട്ട് ഡ്രാഗൺ ആണെങ്കിൽ അല്പസമയം ഒന്ന് ആലോചിക്കും. പിന്നീട് അവരോട് പറയും, ആ പിക്കലോ അവൻ നശിപ്പിച്ച എല്ലാവരെയും ഞാൻ തിരികെ കൊണ്ടുവരാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അടുത്ത നിമിഷം ഒരുപാട് പവറുകൾ അതങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. നമ്മുടെ ആൾക്കാരെ കവർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഡോറ് അതങ്ങനെ ഓപ്പൺ ആയി നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബാക്ക് ടു ലൈഫിലേക്ക് വരും. ആ ഡ്രാഗൺ അവരോട് പറയും, നിങ്ങളുടെ വിഷ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, സോ എത്രയും വേഗം എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അതങ്ങനെ ഇൻവിസിബിൾ ആവും. ഇവിടെ മാസ്റ്ററും കുഞ്ഞിപ്പയ്യനും മൊട്ടപ്പനും തിരികെ വന്നതിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. കുഞ്ഞിപ്പയ്യനെ മാർഷൽ ആർട്സ് മാൻ സന്തോഷത്തോടു കൂടെ തൂക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ ഓരോരോ ഭാഗത്ത് ആ ഒരു മോൺസ്റ്ററിന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. തലക്കെട്ടുകാരൻ, കിങ് ചാപ്പ, അങ്ങനെ ഓരോരുത്തരായിട്ട് തിരികെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇപ്പൊ ഗോകുവിന് നന്ദി പറയും. ഗോകു ഇതെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജീവൻ അത് തിരികെ പിടിക്കാനായിട്ട്. ആണെങ്കിൽ ആ മോൺസ്റ്റർ പിക്കലോയെ ഇപ്പൊ സെൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആളെ കൊണ്ട് സെൻസ് ചെയ്യാൻ കഴിയില്ല. അതിന് ഹാൻസം ബോയ് പറയും, അവനെ ഗോകു തകർത്തു. ഗോകു ഇപ്പോ ആ ഒരു കാമയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ആളുടെ അടുത്ത് 3 വർഷം ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രമേ അവൻ തിരികെ എത്തൂ. അത് കേട്ട് മാസ്റ്റർ ഷോക്കാവും. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ മാസ്റ്ററിനോട് ചോദിക്കും. അതിനാൾ പറയും, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വളരെ റെയറും സ്ട്രേഞ്ചും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാമി അത് മറ്റാരുമല്ല, ഗാർഡിയൻ ഓഫ് ദ എർത്ത്. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഈ ലോകത്തിന്റെ തന്നെ ഗാർഡിയന്റെ അടുത്താണ് ഗോകു ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നുള്ളത്. കാമി അദ്ദേഹം ഗോകുവെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോകു അവൻ ഒരു സാധാരണ പയ്യനല്ല. ഉറപ്പായാലും അവനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, ഞാൻ പോകുന്ന 3 വർഷം അത് ഞാൻ ട്രെയിനിങ് എടുത്ത് ഉറപ്പായാലും ഗോകുവിനെ തോൽപ്പിക്കും. കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ട്രെയിനിങ് എടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ അല്പസമയം കഴിഞ്ഞ് അവരോട് പറയും, ഞാനിത് സ്റ്റോപ്പ് ചെയ്തോട്ടെ. അതിന് ആ ഒരു കാമി പറയും, ഇത് മെന്റൽ ഹെൽത്തിന് വേണ്ടി ഉള്ളതാണ്, ഉറപ്പായാലും നീ ഫോക്കസ് ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്യണം. അതേസമയം ഇവിടെ മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയും കുഞ്ഞിപ്പയ്യനും മൊട്ടപ്പനും അവരെല്ലാവരും ട്രെയിനിങ് എടുക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.